ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കട്ടിങ് സ്റ്റിച്ചിങ് ഒന്നല്ല കേട്ടോ. നമ്മളിന്ന് കുറച്ചൊന്ന് സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മളിന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതൊന്നല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെയർ എക്സസറീസിൻ്റെ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്കിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയും അങ്ങനെയുള്ള വീഡിയോസും അതുപോലെ തന്നെ കുഞ്ഞു ക്രാഫ്റ്റ് വർക്കുകളും പിന്നെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോസാണ് കേട്ടോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വീട്ടമ്മമാരാണ് കേട്ടോ നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ കാണുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് മെസ്സേജ് അയക്കുന്നതാണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണതാണെങ്കിലും ഒക്കെ ഇതുപോലെ വീട്ടിലിരുന്ന് കുഞ്ഞു ബിസിനസ്സുകൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് കേട്ടോ നമ്മളെ മെസ്സേജ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് കമൻറ്റ് ഇടുന്ന ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ. അപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ജോലിയോ അങ്ങനെ എന്തൊന്നും ഇല്ലാത്ത ആളുകളല്ല. എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പം ഞാൻ വീട്ടിലിരിക്കുന്ന ഒരാളാണ്, വീട്ടമ്മയാണ്. പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അവർ ഒരു ചെറിയ വരുമാനം ആഗ്രഹിച്ച് പുതിയ കുഞ്ഞു വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാവുന്ന കുഞ്ഞു ബിസിനസ്സുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ എടുത്താൽ തന്നെ നമ്മൾ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കുറേ പേരൊക്കെ അതിലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഉള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങും ഹെയർ എക്സസറീസിൻ്റെയും ഐറ്റംസാണ് ഞാൻ ചെയ്യണതൊക്കെ ആയിട്ടുള്ളത്. നമ്മൾ ജ്വല്ലറി ഐറ്റംസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്, നമ്മൾ അങ്ങനെ റിലേറ്റ് ചെയ്ത് പോകുന്ന സംഭവങ്ങളാണ് നമ്മൾ സെയിൽ ചെയ്യണത്. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു പോവുക കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ്. അപ്പോൾ ബ്ലൗസിനെ കുറിച്ച് തന്നെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തോന്നണമല്ലോ നമ്മൾ പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ചുറ്റും നമ്മൾ വിശ്വസിച്ച് നമ്മൾ തുടങ്ങണ സമയത്ത് നമ്മൾ ഏറ്റവും ഫസ്റ്റിലൊക്കെ ഞാൻ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ടൊന്നല്ല. ഞാൻ ഈ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത് വീടിനടുത്തുള്ള ചേച്ചിമാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ അതൊരിക്കലും നമുക്ക് സക്സസ് ആവില്ല എന്നുള്ളത് പൂർണ്ണ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. കാരണം ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും അതിലൊന്നും എനിക്ക് വലിയ വിജയമൊന്നും ഉണ്ടായില്ല കേട്ടോ. എനിക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് കുറച്ചെങ്കിലും ഒരു മാറ്റം വന്നത്. ഇപ്പോഴും വലിയ വിജയമൊന്നും ഇല്ല, എന്നാലും കുറച്ചെങ്കിലും ഒരു മാറ്റം വരാൻ കാരണം ഓൺലൈനായിട്ട് തന്നെയാണ് കേട്ടോ. ഒരുപാട് വിജയത്തിലെത്തി നല്ല ഇതായിട്ടാണ് ഇരിക്കണമെന്നൊന്നും ഞാൻ പറയണില്ല. കാരണം ഇങ്ങനെ തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു മാറ്റം വരാനായിട്ട് തുടങ്ങിയത്. നമുക്ക് ചുറ്റിനും നമ്മളെ വിശ്വസിച്ച് നമ്മൾ പറയുന്ന ആളുകൾ നമ്മളതിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നമുക്ക് വളർച്ച വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കില്ല. പക്ഷേ നമ്മളതിനെ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒത്തിരി ഉപകാരപ്പെടുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ കാര്യം പറയാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല. ഞാൻ പുറത്തേക്ക് അധികം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തൊന്നുമില്ല. ഞാൻ എൻ്റെ മാത്രമാണ് കേട്ടോ. ബ്ലൗസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ടോപ്പാണെങ്കിലും ഒക്കെ എനിക്ക് മാത്രം തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ നെയ്റ്റി ബിസിനസ്സാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെയ്റ്റി നമ്മളിങ്ങനെ
യൂണിറ്റിലോട്ടായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കില്ലേ, വീട്ടിൽ കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആ ഒരു രീതിയിലായിരുന്നു ഞാൻ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മെറ്റീരിയൽ എടുത്ത് സ്വന്തമായിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് സെയിൽ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ചുറ്റിനുള്ള ചേച്ചിമാരുടെ അടുത്താണല്ലോ നമ്മൾ പറയുക, നെറ്റൊക്കെ യൂസ് ചെയ്യുന്ന ചേച്ചിമാരുടെ അടുത്തൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ 1-2 ചേച്ചിമാരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഫസ്റ്റിൽ എനിക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്, ഒരു ഗൗൺ, പട്ടുസാരി വെച്ചിട്ടൊരു ഗൗൺ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് തന്നിട്ട് നിർബന്ധിച്ച് അവർ ചെയ്യിപ്പിച്ച് തരുന്നു കേട്ടോ. അവർ ഇപ്പോഴും നമുക്ക് വലിയ കുഴപ്പമില്ലാതൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്. എന്നാൽ ഒരുപാടുണ്ടെന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം അവർ തന്നിരുന്ന സമയത്ത് അവർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് തരുന്ന സമയത്ത് അവരുടേത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. കാരണം ഞാൻ പുറത്തുനിന്ന് അങ്ങനെ അധികം എടുത്തിരുന്നുമില്ല, എനിക്കതിനുള്ള കോൺഫിഡൻസും കുറവ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് അവർ നല്ല പോലെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് തന്നിരുന്നു കേട്ടോ. ആ ഒരു ഇത് മാത്രമാണ് നമ്മൾ ഉണ്ടായിരുന്നുള്ള ആ ഒരു സമയത്ത്. പിന്നീട് നമ്മൾ പുറത്തുനിന്നൊക്കെ ചെയ്യുന്നത് കണ്ട് അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയതിന് ശേഷം അവർ മെല്ലെ മെല്ലെ നമ്മളുടെ അടുത്ത് നിന്ന് വിട്ടു പോവുക തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും നൈറ്റിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് നമുക്ക് നൈറ്റ് കൊണ്ടുവരുന്നത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട്, അതും എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണ്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തു. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് പൈസയൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിന് മുന്നേ ഞാനൊരു 2-3 പേർക്കൊക്കെ സ്ഥിരമായിട്ട് അവർ കൊണ്ടുവരുന്ന, ഇപ്പോൾ ഒരു സാധനം നമുക്ക് നല്ലതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർ കൊണ്ടുവരില്ലല്ലോ. പക്ഷേ ഇവർ കൊണ്ടുവരുന്നവരുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ ചേച്ചി ചോദിച്ചപ്പോഴും ഞാൻ വാങ്ങിച്ചതും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതൊക്കെ. അതും നിർബന്ധിച്ച് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. പക്ഷേ പൈസ ചോദിച്ച സമയത്ത് ആൾക്കത് കുഴപ്പങ്ങളായി, ആൾക്കത് ഇടാനേ യൂസ് ചെയ്യാനേ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഇതായിട്ട്. അപ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ അങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടം തോന്നുമല്ലോ. മറ്റൊരു പിന്നെ അങ്ങനെ നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ സ്റ്റിച്ചിങ്ങിന് മോശം ഇതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ടും. 1-2 തവണ നമുക്ക് അങ്ങനെ വരാണ്ടായി എന്നല്ലാതെ നമ്മുടെ അടുത്ത് ഇതുവരെയായിട്ടും അങ്ങനെ സ്റ്റിച്ചിങ്ങിന് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും നൈറ്റ് എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അവർക്ക് സ്റ്റിച്ചിങ്ങൊന്നും മോശമായിട്ടൊന്നും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഈ ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എന്നിട്ട് അതിന് ശേഷം പിന്നെ എനിക്ക് ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആളുകളുടെ നിന്ന് വാങ്ങിക്കാനായിട്ടൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു അത് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റാവുന്നതാണെങ്കിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ചേച്ചി കൊണ്ടുവരുന്നില്ല. ഇത് തന്നെ പറയണുള്ളൂ, പൈസ ചോദിക്കുമ്പോൾ ഇത് തന്നെ പറയണുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി അത് ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ, ഞാൻ ഒന്നെങ്കിൽ മെറ്റീരിയൽ പുതിയതെടുത്ത് തരാം, അല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയലിൻ്റെ പൈസ തരാം, എനിക്ക് സ്റ്റിച്ചിങ് ചാർജും തരണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ ചേച്ചി അതൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ, സ്റ്റിച്ചിങ് ചാർജ് തന്നതും ഇല്ല കേട്ടോ. അപ്പോൾ അത് ആൾക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് അതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നു എനിക്ക്. പിന്നീട് ഇതേപോലെ തന്നെ ഒരു എൻഗേജ്മെൻറ്റ് വർക്ക് ചെയ്തിട്ടും അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ വേറെ ബ്ലൗസുകളൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. ഞാൻ നിർത്താൻ പോയില്ല, കാരണം നമുക്കത് നമ്മൾ തന്നെ തളർത്താനായിട്ട് ആൾക്കാരുണ്ടാവും, പക്ഷെ നമ്മളെ തളരാതെ മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും നിർത്താനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്തും ഇതുവരെയായിട്ടും ഒന്നും പറയണമെന്നില്ല, കുഴപ്പമൊന്നുമില്ലാതെ പോണ സമയത്ത് തന്നെയാണ് ഈ ഒരു എൻഗേജ്മെൻറ്റിന് സെറ്റ് മുണ്ടിന് വേണ്ടിയിട്ട് ഒരു ബ്ലൗസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ, നമ്മൾ വൈഡായിട്ട് നെക്ക് ബോട്ട് നെക്ക് വേണം, അങ്ങനെ അവർ കാണിച്ച് തന്ന അളവിലൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവരിങ്ങനെ ഈ ഇന്ന സ്ഥലത്തു നിന്ന് ഇങ്ങനെ പറയില്ലേ ഇത്രത്തോളം വീതി വിട്ട് വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് അവരിട്ട് കഴിഞ്ഞ് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ഇതേപോലെ തന്നെ പൈസയൊക്കെ തരാണ്ടാണ് കേട്ടോ പോയുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ പൈസ ചോദിക്കുമ്പോഴാണ് അവർക്ക് ഇതൊക്കെ പ്രശ്നമായിട്ട് വരുന്നത്, അല്ലാത്ത സമയത്ത് ഇതൊന്നും പ്രശ്നമില്ല കേട്ടോ. എന്നിട്ട് നമ്മളിതേപോലെ പൈസ ചോദിച്ചപ്പോൾ അത് ഭയങ്കര കുഴപ്പമായിരുന്നു കേട്ടോ. ആ ബ്ലൗസിന് ഇട്ടിട്ട് കണ്ടതായിരുന്നു ഞാൻ, പക്ഷേ അത് യാതൊരു പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവർ പൈസ ചോദിക്കുമ്പോൾ ഇത് തന്നെയായിരുന്നു കേട്ടോ. ഇതേ ആൾ തന്നെ നമ്മളെ എന്താ പറയുക, മറ്റുള്ളവരുടെ അടുത്ത് നമ്മളെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്നതായിട്ടും നമുക്കറിയാൻ പറ്റി. അപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ മുന്നിലേക്ക് എത്തിക്കും എന്നുള്ള രീതിയിൽ, അതായത് നമുക്ക് ഒരു വളർച്ച വരുന്ന കാണുമ്പോൾ അവർ നമ്മുടെ ഒപ്പം നിൽക്കും എന്നുള്ള രീതിയിൽ നമ്മളൊരു ബിസിനസ്സും ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യം പറഞ്ഞിട്ട് ആരെങ്കിലും തളർത്താൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ തോറ്റ് പിന്മാറി പോകാതെ നമ്മൾ എങ്ങനെയെങ്കിലും നമുക്കതിലെന്താ ഫോൾട്ട് വരുന്നതെന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് കുഴപ്പമുണ്ടോ, നമ്മൾ ചെയ്തത് കുഴപ്പമുണ്ടോ. ഇപ്പം നമുക്ക് തന്നെ നമ്മൾ ചെയ്തിടുമ്പോൾ നമുക്കറിയാലോ എന്തായിരിക്കും അവിടെ വരുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുക. ഇപ്പം ഞാൻ ഏത് കസ്റ്റമറുടെ അടുത്താണെന്നുണ്ടെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ഒന്നെങ്കിൽ അവരുടെ അടുത്ത് പറയാം, നിങ്ങൾ വിളിച്ച് പറഞ്ഞോളൂ കേട്ടാന്ന് പറയും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അല്ലാന്നുണ്ടെങ്കിൽ കാണുമ്പോൾ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ ഞാൻ ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. അല്ലെങ്കിൽ ചിലർ കൊണ്ടുപോയാൽ അപ്പം തന്നെ നമ്മൾ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ ചോദിക്കുക, അതൊന്നും ആവശ്യമില്ല. അവർ കൊണ്ടുപോയപ്പോൾ തന്നെ അവർ മെസ്സേജ് ഇടും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവർ എന്തായാലും ഇടുമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ അവർ നല്ലതാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാർ കിട്ടിയ ശേഷം തന്നെ നമുക്ക് മെസ്സേജ് ഇടും കേട്ടോ. അപ്പോൾ ഓൺലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവരുടെ കയ്യിൽ ആ സാധനം കിട്ടി എന്ന് പറഞ്ഞിട്ട് അവർ മെസ്സേജ് ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് അതെങ്ങനെയുണ്ട്, നല്ലതാണോ, അവർക്ക് എങ്ങനെയുണ്ട്, അത് ഇട്ടിട്ട് അവർക്ക് കൊള്ളാവുന്നതാണോ എന്നുള്ളതൊക്കെ അവർ മെസ്സേജ് ഇടാറുണ്ട്. പക്ഷേ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് അത് നമ്മുടെ അടുത്ത് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ അവർക്ക് നല്ലതായിരിക്കും, നന്നായിട്ടുണ്ട് എന്നുള്ളതാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മളതിലൊന്നും തളർന്ന് പോവാതെ നമ്മളെന്താണോ ചെയ്യുന്നത് അത് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു കൊണ്ടേയിരിക്കുക. അതിൽ അവരങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മളത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ബിസിനസ് ഫുള്ളായിട്ട്, ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ കുക്ക് ചെയ്യണ സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും ഒരാളെന്തെങ്കിലും കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമുക്കത് വിഷമിച്ച് നമ്മളതവിടെ ഇട്ട് പോവാതെ നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലൊരു വിജയം ഉണ്ടാവും. അല്ല നമ്മളത് അവിടെ ഇട്ടിട്ട് പോവുകയാണ്, നമുക്കത് വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ ബുദ്ധിമുട്ടിലായി പോകുമെന്നല്ലാണ്ട് നമ്മുടെ ഈ ഒരു സംഭവങ്ങളൊന്നും നമുക്ക് നല്ല രീതിയിലായി കിട്ടില്ല. അപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല. അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ കാര്യത്തിൽ ഞാനങ്ങനെ ബ്ലൗസ് വേണ്ട, ഇനി ഞാൻ എടുക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലെ ഇത്രയധികം ബ്ലൗസുകളൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ബ്ലൗസ് എടുക്കാൻ തന്നെ എനിക്ക് ചിലപ്പോൾ ടെൻഷനായിരിക്കും. ബ്ലൗസ് ചെയ്ത് കൊടുക്കാനായിട്ട് ആരുടെ അടുത്തൊന്നും എനിക്ക് വാങ്ങിക്കാനായിട്ട് എനിക്ക് ആ ഒരു ടൈമിലൊക്കെ എനിക്കങ്ങനെ തോന്നിയിരുന്നു കേട്ടോ. എനിക്കങ്ങനെ ഇനി വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഇനി ആവുമോ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമോ, ഇനി അതുകൊണ്ട് വല്ല പ്രശ്നങ്ങളുണ്ടാവുമോ, അങ്ങനെയുള്ള ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കാതെ ഞാൻ വീണ്ടും വരുന്ന ആ ഒരു വർക്കുകളൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു മനസ്സെനിക്ക് തോന്നി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ അത് അവിടെ വെച്ച് ഇപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാന്നുള്ള ഒരു ഇത് എനിക്ക് അവിടെ വെച്ച് നിർത്തേണ്ടി തന്നെ വന്നേനെ. കാരണം നമ്മുടെ ഒരു കോൺഫിഡൻസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എത്ര ചെയ്താലും ചിലപ്പോൾ ശരിയായൊന്നും വരില്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് അവർക്ക് ബുദ്ധിമുട്ടായി വന്നാൽ അത് പിന്നെ അവർ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം വരും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ കാണിച്ച ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് കേട്ടോ എനിക്കിപ്പോൾ അതിങ്ങനെ ചെയ്യാനായിട്ട് പറ്റണത്. ഇപ്പോൾ ഈ ഒരാഴ്ച തന്നെ എനിക്ക് ഒരു 6 ബ്ലൗസോളം എനിക്ക് കൊടുക്കാനുണ്ട് കേട്ടോ. ഈ ഒരു വീക്കിൽ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. നെക്സ്റ്റ് വീക്കിലായിട്ട് ഈ ഒരു മന്ത് അവസാനിക്കുന്നതിന് മുന്നായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വരാൻ തന്നെ കാരണം നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട്, അന്ന് അവിടെ നിർത്താതിരുന്നത് കൊണ്ടാണ്. അന്ന് അവിടെ നിർത്തിയിരുന്നെങ്കിൽ അതോടുകൂടെ പിന്നെ ഞാൻ ബ്ലൗസേ തൊടില്ലായിരുന്നു. അപ്പോൾ നമ്മളെ തളർത്താനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ തളരാതെ നമ്മൾ അവരെ എന്താ പറയുക, അവരങ്ങനെ പറഞ്ഞോട്ടെ, നമ്മൾ ചെയ്യുന്നത് ശരിയായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വരാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ തളർത്താനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. തളർത്താൻ വരുന്നവരിൽ നിന്ന് നമ്മൾ തളരാതെ മുന്നോട്ട് പോകാനായിട്ടുള്ളത് നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിന്നിപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് എന്തൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയോ കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയുക, ഓൺലൈനായിട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസുകളും നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ കസ്റ്റമേഴ്സ്. പിന്നെ ചില ആൾക്കാരുണ്ട് നമുക്ക് ഓർഡർ തന്നിട്ട് എല്ലാം ഓക്കെ ആക്കിയിട്ട് പറയും, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഓർഡർ കൺഫേം ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടിട്ട് ഒരു വാക്ക് പോലും പറയാതെ പോകുന്ന ഒത്തിരി കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ. ഓൺലൈനിലാണെങ്കിലും അങ്ങനെയുണ്ട്.
പക്ഷേ നമ്മൾ കൊടുത്ത സാധനത്തിന് ഇതുവരെയായിട്ടും അങ്ങനെ പ്രോബ്ലംസ് ഒന്നും പറയാനായിട്ട് ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചില ആളുകൾ നിർബന്ധമായിട്ടും പറയും എന്നുള്ള ഇത് നമുക്ക് നമ്മളിത് കൊടുക്കുന്ന ടൈമിൽ അവരുടെ ആ ഒരു ഇതുണ്ടാവുമല്ലോ, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതവിടെ കളയാം. അല്ലാതെ നമ്മളത് ആലോചിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഈ ഒരു ബിസിനസ് തന്നെ വിട്ട് കളയേണ്ട അവസ്ഥ വരും കേട്ടോ. അപ്പോൾ പറയുന്നവരങ്ങനെ പറഞ്ഞോട്ടെ, നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കയ്യിലുള്ള പരിമിതികൾ വെച്ചിട്ട് നമ്മൾ അത്രയും പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത്രമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയിട്ടെ. പിന്നെ ഇനി അതിൻ്റെ പുറമെ അവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണോ, അങ്ങനെ ആയിരിക്കുമോ, അതുകൊണ്ട് അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുമോ, അതൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തായാലും സാധിക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിട്ട് കളയുക. അവർ പറഞ്ഞു അവർക്ക് പറ്റില്ല, തീരെ യൂസ്ഫുൾ അല്ലാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു തരട്ടെ. നമുക്കത് കാണുമ്പോൾ നമുക്കത് പോലെ ആണോ എന്നുള്ളത് നമുക്ക് തോന്നണ്ടേ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ തെറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിന് തിരിച്ച് നമ്മളെന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്ത് കൊടുക്കുക. അല്ലാത്ത പക്ഷം നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് അവരുടെ അടുത്ത് പറയുക, ഇന്ന പോലെയാണ്, നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ഭാഗത്തുനിന്ന്. അതൊക്കെ മുൻപേ പറഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മൾ ഒരു ഓർഡർ എടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഒരു വർക്ക് ചെയ്യുന്നത് നമ്മുടെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഓർഡർ എടുക്കുക. അതിന് ശേഷം വരുന്ന നമുക്ക് അവരിപ്പോൾ എന്തെങ്കിലും അവർക്ക് പാകമല്ല, ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് എന്തെങ്കിലും ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ എന്താ പറയുക, അതിലും പുറമെ അവരെന്തെങ്കിലും കുറ്റം കുറവും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രക്ഷയില്ല. പിന്നെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കീറലോ അങ്ങനെ എന്തെങ്കിലും തുണിക്ക് ഡാമേജ് എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അവർ തർക്കിച്ച് നിൽക്കുകയാണ്, നിങ്ങൾ ചെയ്തത് ശരിയായില്ല, നിങ്ങളെ റീഫണ്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത വർക്കിൽ പെർഫെക്ഷൻ ഇല്ല, നിങ്ങൾ ചെയ്തത് ക്ലിയർ ആയിട്ടില്ല, നിങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഞാൻ അത്ര കൈ വിചാരിച്ചു, ഇത്ര കൈ വിചാരിച്ചു. നമ്മുടെ അടുത്തൊരു അളവ് പറയുമ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്, ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിൽ മതിയോ, അല്ലെങ്കിൽ നിങ്ങൾ മെഷർമെൻറ്റ് സെൻഡ് ചെയ്ത് തരുന്നുണ്ടോ എന്ന് ചോദിക്കും. മെഷർമെൻറ്റ് സെൻഡ് ചെയ്യണില്ല, സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിൽ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ അളവാണ്, നമ്മൾ ചെയ്യുന്ന അളവിൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അവർക്ക് അത് പറ്റിയില്ല, അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ശരിയാക്കി കൊടുക്കാനൊന്നും പറ്റിയെന്നൊന്നും വരില്ല. നമ്മൾ ആ ഒരു അളവിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ മുൻകൂട്ടി അവരുടെ അടുത്ത് മെഷർമെൻറ്റ്സ് അങ്ങനെ അയച്ചു തരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കണത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മുടെ അടുത്ത് റീഫണ്ട് ചെയ്ത് തന്നേ പറ്റുള്ളൂ, നിങ്ങൾ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ, ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വർക്കിൽ ഫിനിഷിങ് വരുത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ വരുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിട്ട് കളയാൻ പറ്റാവുന്ന കാര്യങ്ങളാണെങ്കിൽ വിട്ട് കളയാം. അല്ലാതെ നമ്മളിത് നിർത്തി പോകേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ തളർത്താൻ വരുന്നവരുടെ മുന്നിൽ തളർന്ന് കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇതാണ് ഉദ്ദേശിച്ചത്. നമ്മളെ തകർക്കാനും തളർത്താനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാതെ നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക നല്ല രീതിയിൽ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ പറയാനുള്ളതൊക്കെ. ഇതിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ.